everyone, welcome to Kids Area Online. Class 4 Mathematics exam ആണ് നാളെ ഗണിതം exam ആണ്. എല്ലാവരും റെഡി ആണോ? പഠിച്ചു കഴിഞ്ഞായിരുന്നോ? ഏതാണ്ടൊക്കെ കുറെ പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് the length of the side of some figures are given below. Which of them can be used to draw a rectangle? താഴെ തന്നിരിക്കുന്നവയിൽ ചതുരം വരയ്ക്കാൻ കഴിയുന്ന അളവുകൾ ഏതാണ്? അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചതുരം വരയ്ക്കാൻ കഴിയുന്ന അളവുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ചതുരം വരയ്ക്കുമ്പോൾ ഇതൊരു ചതുരമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു കാര്യം, ഈ വശവും ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, വരയ്ക്കുമ്പോൾ ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡും ഇതും ഈക്വൽ ആയിരിക്കും. ഇതും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ വശവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടത്തെ അളവ് 8 ആണെങ്കിൽ ഇവിടെയും 8, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5. മനസ്സിലായോ? അപ്പോൾ ഓപ്പോസിറ്റ് തുല്യമായിരിക്കണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അതൊരു ചതുരമായിട്ട് വരയ്ക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളത് ഏതാണെന്ന് നോക്കുക. ഇവിടെ നോക്കിയേ, 8 5, വീണ്ടും 8 5 തന്നെ വന്നില്ല. 4 5. അപ്പോൾ ഇത് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഇനി 3 3 3 3 നമുക്ക് വരയ്ക്കാം. എല്ലാം 3 വെച്ചിട്ട് വരയ്ക്കാം. 3 3 3 എല്ലാം ഒരേപോലെ ഇരിക്കും. അപ്പോൾ ഒരുപോലെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചതുരം വരയ്ക്കാൻ കഴിയും. 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഒരുപോലെയാണെങ്കിൽ, എല്ലാ വശവും ഒരുപോലെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചതുരം വരയ്ക്കാൻ പറ്റും. അത് നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. അടുത്ത് ഇവിടെ നോക്കിയേ, 8 5 8 5. അപ്പോൾ ഇവിടെ 8 ഇവിടെയും 8 വരയ്ക്കാം. ഇവിടെ 5 ഇവിടെ 5 വരയ്ക്കാം. രണ്ടെണ്ണം വീതം ഇതുപോലെ ഒരുപോലെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ചതുരം വരയ്ക്കാനായിട്ട് കഴിയും. അപ്പോൾ ചതുരം വരയ്ക്കാൻ കഴിയുന്നത് ഒരുപോലെ വന്നാൽ ചതുരം വരയ്ക്കാൻ കഴിയും. രണ്ടെണ്ണം ഇതുപോലെ ഒരേ നമ്പർ വന്നാൽ ചതുരം വരയ്ക്കാൻ കഴിയും. ഈ രണ്ട് കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുമല്ലോ. അപ്പോൾ ചതുരം വരയ്ക്കാൻ കഴിയുന്ന അളവുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഓർമ്മയിരിക്കില്ലേ? തെറ്റിക്കില്ലല്ലോ? ഇല്ല. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യമാണ്. Meenu measured the sides of her box. They are 15 cm, 10 cm, വീണ്ടും 15 cm, 10 cm. Find the total length of all sides. മീനു ബോക്സിന്റെ വശങ്ങൾ അളന്നപ്പോൾ 15 cm, 10 cm, 15 cm, 10 cm എന്നിങ്ങനെ കിട്ടി. വശങ്ങളുടെ ആകെ നീളം എത്ര? അപ്പോൾ നമ്മൾ ടീച്ചർ പറഞ്ഞു രണ്ടെണ്ണം ഒരുപോലെ ആയിരിക്കണം. ഇവിടെ 15, അടുത്ത് 10, അടുത്ത് 15, അടുത്ത് 10. അപ്പോൾ ചതുരം വരയ്ക്കാൻ പറ്റുമല്ലോ, കാരണം 15ഉം ഒരുപോലെ, 10ഉം ഒരുപോലെ. അപ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും? ചതുരം വരയ്ക്കാനായിട്ട് കഴിയും. വശങ്ങളുടെ ആകെ നീളം അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കൂട്ടിയാൽ മതി. എല്ലാം കൂടി എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. ഓക്കെ, മനസ്സിലായോ? ഇനി സെന്റിമീറ്റർ എന്ന് എഴുതാൻ മറക്കരുത് കേട്ടോ. സെന്റിമീറ്റർ എന്ന് എഴുതണം. വശങ്ങളുടെ ആകെ നീളം അറിയാൻ വേണ്ടി എല്ലാം കൂടി എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്യുമല്ലോ. ഇതൊരു ബോക്സ് ആണ്. ഇവിടെ 15 ആണ്, ഇവിടെ 15 ആണ്.
ഇവിടെ 10 ആണ്, ഇവിടെ 10 ആണ്. അപ്പോൾ വശങ്ങളുടെ ആകെ നീളം അറിയാൻ വേണ്ടി ഇതെല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. Put a cross mark against the statement which is not a characteristics of a rectangle. റെക്റ്റാങ്കിളിന് സ്റ്റേറ്റ്മെന്റ് അല്ലാത്തത്, റെക്റ്റാങ്കിളിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലാത്തതിന് ക്രോസ് ചിഹ്നം അതിന്റെ നേരെ കൊടുക്കണം. നോക്കാം. ഹാവ് 4 സൈഡ്. 4 സൈഡ് ഉണ്ടോ? ഉണ്ടല്ലോ. 1 2 3 4. 4 സൈഡ് ഉണ്ട്. അപ്പോൾ ഇത് ശരിയാണ്. ഹാവ് 4 കോർണേഴ്സ്. 4 കോർണേഴ്സ് ഉണ്ടോ? 1 2 3 4. 4 മൂലകൾ, 4 കോർണേഴ്സ്. അപ്പോൾ ഇതും എന്താണ്? ശരിയാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. ഈ വശവും ഈ വശവും തുല്യമല്ല എന്നാ പറയുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ശരിയാണോ? തെറ്റ്. ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ആർ നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞാൽ അത് റെക്റ്റാങ്കിളിന് ചേരുന്നതല്ല. അതാണ് ക്രോസ് മാർക്ക് ചെയ്യേണ്ടത്. സമചതുരം എന്ന് പറയുമ്പോഴോ, സ്ക്വയർ എന്ന് പറയുമ്പോഴോ, സ്ക്വയർ സമചതുരം 4 സൈഡ് ഒരുപോലെ, 4 സൈഡും ഒരുപോലെ, 4 വശം എന്തായിരിക്കും? തുല്യമായിരിക്കും. 4 സൈഡ് ഉണ്ടായിരിക്കും. 1 2 3 4. എത്ര കോർണർ ഉണ്ടാകും? 1 2 3 4. 4 കോർണർ ഉണ്ടാകും. ഇനി 4 വശവും തുല്യമായിരിക്കും. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും, അതുപോലെ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. റെക്റ്റാങ്കിൾ, സ്ക്വയർ. സംശയമുണ്ടോ ഇങ്ങനൊരു ചോദ്യം വന്നാല്? ഇല്ല. ഇതിൽ എന്തൊക്കെ രൂപങ്ങളുണ്ട്? വാട്ട് ഓൾ ഷേപ്പ് ആർ there among them? ഇതിൽ ഏതൊക്കെ ഉണ്ടെന്ന് എഴുതുക. ഇതെന്താണ്? ഇതിനെന്താ പറയാ? നമ്മൾ ബർത്ത്ഡേക്കൊക്കെ വയ്ക്കാറില്ലേ? എന്താണിത്? അല്ലെങ്കിൽ ഐസ്ക്രീം എന്താ വാങ്ങുക? ഐസ്ക്രീമിന്റെ കോൺ അല്ലേ? വൃത്തസ്തൂപിക. ഇവിടെ താഴെ വൃത്തം കണ്ടോ? സർക്കിൾ പോലെ വൃത്തം. ആ വൃത്തസ്തൂപിക എന്താ പറയാ? കോൺ. അപ്പൊ ഈ പിക്ചർ തന്നിട്ട് എന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ തെറ്റിക്കരുത്. വൃത്തസ്തൂപിക, കോൺ. വൃത്തസ്തൂപിക, കോൺ എന്നാണ് കേട്ടോ പറയാ. കോൺ, ഐസ്ക്രീം കോൺ, ഓർമ്മിക്കുക, കോൺ. ഇതിനെന്താ പറയാ? നമ്മുടെ ഡൈസ് ഒക്കെ ഉണ്ടല്ലോ, ഡൈസ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കളിക്കുന്ന ടിഷൻ ഓർമ്മ വരുന്നില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മളിങ്ങനെ തിരിച്ച് ഒരേ കളർ ആക്കുന്നത്, പേര് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഇതിന്റെ പേരെന്താണ്? ക്യൂബ്, സമചതുരക്കട്ട. എന്താ അതിന്റെ പേര്? സമചതുരക്കട്ട. എല്ലാ വശവും ഒരുപോലെ, അപ്പൊ സമചതുരമാണ്. അതിന്റെ കട്ട സമചതുരക്കട്ട, ക്യൂബ്. ഇതിനെന്താ പറയാ? ക്യൂബ്. ഇനി ചതുരമാണ്. ഇത് ചതുരം. 2 ഓപ്പോസിറ്റ് സൈഡ് മാത്രമേ ഈക്വൽ ആയിരിക്കുള്ളൂ, എല്ലാം തുല്യമായിരിക്കത്തില്ല. അപ്പൊ എന്താ പറയും? ചതുരക്കട്ട, റെക്റ്റാങ്കുലർ ബ്ലോക്ക്. എന്താ പറയാ? റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ഇനി നമ്മുടെ ബോൾ പോലുള്ളത്, അതിനെന്താ പറയാ? ഗോളം, സ്ഫിയർ, ഗോളം. സ്ഫിയർ, ഗോളം. അപ്പോൾ ഇത് വൃത്തസ്തൂപിക, കോൺ, ക്യൂബ്, റെക്റ്റാങ്കുലർ ബ്ലോക്ക്, സ്ഫിയർ. വൃത്തസ്തൂപിക, സമചതുരക്കട്ട, ചതുരക്കട്ട, ഗോളം. ഓക്കെ, ഇവിടെ നോക്കണേ. Tabulate the cars according to the distance they have traveled, with the car which traveled most at the beginning and the car which traveled the least at the end. ഏറ്റവും നല്ല സ്പീഡിൽ ഓടുന്നത്, ഏറ്റവും ഡിസ്റ്റൻസിൽ ഓടിയതിന് ആദ്യം എഴുതണം. ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിൽ ഓടിയത് ആദ്യം എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ഓടിയതാണ് നോക്കാം. അപ്പോൾ നമ്മൾ 1000ന്റെ സ്ഥലത്ത് നോക്കണം. അപ്പോൾ ഇതിൽ നമ്പർ ഉണ്ട് 6 4 5 8. ഇവിടെ വേറെയുണ്ട് 8 5 6 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 8ൽ തുടങ്ങുന്നതാണ് ആദ്യത്തെ നമ്പർ നോക്കുക. 1000ന്റെ സ്ഥലത്തുള്ള നമ്പർ നോക്കുക. അതിൽ ഏറ്റവും വലുതായിരിക്കും ഏറ്റവും വലുത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയുണ്ട്? 8 5 4 6 ഉണ്ട്, 8 5 6 4 ഉണ്ട്. അപ്പോൾ 1000ന്റെ സ്ഥലത്തിൽ ഒരുപോലെയാണ്. ഇനി 100ന്റെ സ്ഥലം നോക്കി ഒരുപോലെയാണ്. യെസ്, 5 ഒരുപോലെ. 10ന്റെ സ്ഥലം നോക്കി, ഇവിടെ 4 ഇവിടെ 6. അപ്പോൾ ഏറ്റവും വലുത് ഏതാണ്? ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് ആദ്യം എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്പർ 1 എന്ന് പറയുന്നത് ഏതാണ്? ആരുടേതാണ്? ടോട്ടോ. ആരുടേതാണ്? ടോട്ടോ. എത്ര കിലോമീറ്റർ ആണ്? 8 5 6 4. നമ്പേഴ്സിൽ എഴുതുക. ഇനി എങ്ങനെയാ വേർഡ്സിൽ എഴുതുന്നത്? എങ്ങനെ? ഇമ്പോർട്ടൻ്റ് ആണേ, വേർഡ്സിൽ എഴുതാൻ ചോദിക്കും. അപ്പോൾ ഇതെങ്ങനെ എഴുതുക? 8000 ഇത് 8000 ആണ്. അടുത്തത് എന്താണ്? 5 ആണ്. 5ന്റെ പ്ലേസ് ഏതാണ്? 100.
500. നിങ്ങളത് ഒറ്റ ലൈനാക്കി എഴുതണേ. 500. ഇനി ഏറ്റവും ലാസ്റ്റത്തെ രണ്ടെണ്ണം ഒരുമിച്ച് പറയുക. നമ്മൾ എങ്ങനെയാ പറയുക? 64. എങ്ങനെയാ പറയുക? 64. 8564. മനസ്സിലായോ? അപ്പൊ ഇതാണ് വേർഡ്സിൽ എഴുതുന്നത്. അപ്പൊ ഒന്നാം സ്ഥാനത്ത് ആരാണ്? ടോട്ടോ. ഒന്നാം സ്ഥലത്താണ് ടോട്ടോ. അപ്പൊ ഒന്നാം സ്ഥലത്ത് ടോട്ടോ. ഇനി രണ്ടാമത് ആരാണ്? 8ൽ തുടങ്ങുന്ന അടുത്ത ആളായിരിക്കും മിക്കി. മിക്കിയുടേത് എന്താണ് നമ്പർ? മിക്കിയാണ് നെയിം ഓഫ് ദ കാർ. കാറിന്റെ പേര് മിക്കി എന്നാണ് രണ്ടാമത്തേത്. 8546. ഇത് അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 8 ഇത് 1000. അപ്പൊ 8000. ഇതും അടുത്ത് 100. 500. ഓക്കെ, ഇത് രണ്ടും ഒരുമിച്ച് എഴുതുക. ലാസ്റ്റ് രണ്ടെണ്ണം 46. മനസ്സിലായോ? ഇനി ഇതിനെ മലയാളത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? 8നെ നമ്മൾ എന്താ പറയാ? 8000. 8നെ നമ്മൾ എങ്ങനെയാ പറയാ? 8000. 5നെ നമ്മൾ എന്താ പറയാ? 500 അല്ലേ? അപ്പൊ 500. 800 500. അപ്പൊ 800നെ 1000 പറയുമ്പോ 8000. അടുത്ത 500. 500നെ നമ്മൾ ഇങ്ങനെ തന്നെ പറയും 500. 8564 എന്നല്ലേ പറയുക? അത് അതുപോലെ എഴുതുക. 64. മനസ്സിലായോ? ഇതിനാണെങ്കിൽ 46. ഇപ്പൊ ഒന്നാം സ്ഥാനത്ത് ടോറ്റോ വന്നു, രണ്ടാം സ്ഥാനത്ത് മിക്കി വന്നു. ഇനി മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് നോക്കാം. 8ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് കഴിഞ്ഞാൽ അടുത്ത ഏതാണ്? 7ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ. അതാണ് മൂന്നാം സ്ഥാനത്ത് ബോണി. അപ്പോൾ ബോണിയുടേത് എങ്ങനെയാണ് നമ്പർ വരുന്നത്? 7. ബോണിയുടേത് ബോണി. നമ്പർ ഏതാണ്? ടീച്ചർ നമ്പർ മാത്രമേ എഴുതുന്നുള്ളൂ. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വേർഡ്സിൽ എഴുതാം കേട്ടോ. വേർഡ്സിൽ എങ്ങനെ എഴുതാം എന്നാണ് ടീച്ചർ ഇതിൽ കൂടെ പറയുന്നത്. 7982. അപ്പോൾ 1000ന്റെ സ്ഥലത്താണ് 7 വരുന്നത്. അപ്പോൾ എന്ത് എഴുതണം? 7000. 7000. അടുത്ത എന്താണ്? 100 ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ പറയണം? 900. അടുത്ത എന്താ എഴുതേണ്ടത്? 900. അടുത്തെന്താണ്? ലാസ്റ്റ് രണ്ടെണ്ണം ഒരുമിച്ച് പറയാ. 82. ഇനി മലയാളത്തിൽ നമുക്ക് എഴുതാം. മലയാളത്തിൽ 700. 700നെ നമ്മൾ എങ്ങനെ പറയണം? 7000. നമ്മുടെ 500 എന്ന് പറഞ്ഞതുപോലെ 90 എന്ന് നമ്മളിവിടെ പറയില്ല. 9 വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ തന്നെ പറയണം? അത് നമ്മൾ 900, 1000 എന്ന് തന്നെ പറയണം. 9 വന്ന എന്തിനെ പറയണം? 1000 എന്ന് തന്നെ പറയണം. മൂന്നാമത്തെ 100ന്റെ സ്ഥലത്ത് 9 വന്നാൽ 900 എന്ന് പറയണം. മനസ്സിലായോ? മലയാളത്തിൽ എഴുതുമ്പോൾ 100ന്റെ സ്ഥലത്ത് 9 വന്നാൽ എന്ത് പറയണം? 900. 7000. വീണ്ടും 900. 7000. അവസാനത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് എഴുതണം. 82. 82. ക്ലിയർ ആയല്ലോ? വേർഡ്സിൽ എഴുതാനും നമ്പേഴ്സിൽ എഴുതാനും മനസ്സിലായല്ലോ? 7 കഴിഞ്ഞാൽ അടുത്ത് 6ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ്. 6ൽ 1000ന്റെ സ്ഥലത്ത് 6 ആണ്. 100ന്റെ സ്ഥലത്ത് ഏറ്റവും വലുത് നോക്കുക 7. അപ്പോൾ ഇതാണ് അടുത്ത് എഴുതേണ്ടത്. 6 7 3 5. എങ്ങനെ നമ്മൾ നമ്പേഴ്സിൽ എഴുതണം? ഇത് നോക്കുക. 6000. 6000. അടുത്തത് എന്താണ്? 100. 700. ഇത് ഒരുമിച്ച് പറയാ. 35. നമ്മൾ എങ്ങനെ മലയാളത്തിൽ എഴുതും? 6 ആണ്. അപ്പം 600. അപ്പോൾ 6 നമ്മൾ 6000. എന്ത് പറയും? 6000. 700നെ നമ്മൾ 700. ഒരുമിച്ച് പറയാ. ലാസ്റ്റ് ആണ് 35. അല്ലെങ്കിൽ 35 ഇങ്ങനെ എഴുതാം. 35 അല്ലെങ്കിൽ 35. ഓക്കെ. 35, 85,
45 അങ്ങനെ എഴുതാൻ മനസ്സിലായല്ലോ. അടുത്ത 5ൽ തുടങ്ങുന്നത് എങ്ങനെ എഴുതുമെന്ന് നോക്കാം. 5ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 5114. ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാം? 5000. ഇവിടുത്തത് 5000. ഇവിടെ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ 100. 100. ഇനി ലാസ്റ്റ് രണ്ട് ഒരുമിച്ച് എഴുതുക. എങ്ങനെയാ വായിക്കുക? 14. മലയാളത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? 5 ആണ്. അപ്പൊ 5000. 5ന്റെ 1000 5000. 5000. 1 വന്നു കഴിഞ്ഞാൽ എങ്ങനെ പറയും നമ്മൾ? 1 വന്നാൽ 100. 1 വന്നാൽ നമ്മൾ എങ്ങനെ പറയും? 100. അപ്പൊ 100. ഇനി ഇത് ഒരുമിച്ച് പറയാം. 14. മനസ്സിലായോ? ഇപ്പോൾ വേർഡ്സിൽ എഴുതാനും നമ്പേഴ്സിൽ എഴുതുവാനാണ് നമ്മൾ നോക്കിയത്. ഓർമ്മയിരിക്കില്ലേ? ഇതിൽ ഏറ്റവും കൂടുതലും ഏറ്റവും കുറവ് നമുക്ക് കണ്ടുപിടിക്കാൻ വലുതെന്ന് ചെറുതിലോട്ട് എഴുതാൻ മനസ്സിലായല്ലോ. 85641 ഒന്നാമത് വരും. 8546 രണ്ടാമത് വരും. അടുത്ത് 7ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3. അടുത്ത് 6ൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ 4 5 അടുത്ത 6. ഇതിങ്ങനെ ഓർഡറാക്കി എഴുതിയാൽ മതി. ഇങ്ങനൊരു പ്രോബ്ലം വന്നാൽ തെറ്റാതെ എഴുതണം കേട്ടോ. വിച്ച് ഈസ് ദ നെക്സ്റ്റ് പിക്ചർ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ നോക്കിയേ, ഇതൊരു സ്ക്വയർ ആണ് അല്ലേ? ഇതെന്താണ്? ഒരു സ്ക്വയർ ആണ്. ഈ സ്ക്വയറിൻ്റെ അവിടെ വേറൊരു സ്ക്വയർ ഇരിക്കുന്നു. ഈ കോർണറിലാണ് ആദ്യം ഇരിക്കുന്നത്. അടുത്ത് എവിടെ വന്നു? താഴത്തെ കോർണറിൽ വന്നു. ഇവിടെ നിന്ന് ഇവിടെ വന്നു. ഇവിടെ നിന്ന് ഇവിടെ പോയി. അടുത്ത് എവിടെ പോവുമായിരിക്കും? ഇവിടെ നിന്ന് ഇവിടെ വരും. അതെവിടെയാണ്? ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഓർമ്മയിരിക്കണേ, ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇവിടെ വന്നു, അടുത്ത് ഇവിടെ വന്നു, അടുത്ത് ഇവിടെ ആയിരിക്കും വരിക. അപ്പോൾ അത് സി ആണ് ശരി ഉത്തരം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചർ പറയുന്നത് കേട്ടോ. പാറ്റേൺ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കിയേ, 500, 1000, 1500. 500 വെച്ച് കൂടി വരികയാണ്. അപ്പോൾ അതെങ്ങനെ എഴുതാം? 500, 1000, 1500. അടുത്ത് എന്താ വരിക? 2000. അടുത്ത് വീണ്ടും 500 വരും. 2500. വീണ്ടും 3000, 3500, 4000, 4500. അപ്പോൾ നിങ്ങളോട് സ്വന്തമായിട്ട് ഇതുപോലെ പാറ്റേൺ തയ്യാറാക്കാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 4 അക്കമുള്ള പാറ്റേൺ തയ്യാറാക്കാൻ ഇതുപോലെ തിരക്കാം. 1000, 1500, 2000, 2500 ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇവിടെ 4000. അടുത്ത് 2000 കൂടി 6000. വീണ്ടും 2000 കൂടി 8000. വീണ്ടും 2000 കൂടുമ്പോൾ 10,000. 10 എഴുതിയിട്ട് 30. അടുത്ത് 12,000. അടുത്ത് 14,000. അടുത്ത് 16,000. അടുത്ത് 18,000. അടുത്ത് 20,000. ഓക്കെ. അടുത്ത് 7628, 7728, 7827. ഇവിടെ 6 7 8 ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ 7928. 7928 കഴിഞ്ഞാൽ അടുത്ത് എന്താണ്? അടുത്തില്ല. അപ്പോൾ 8028. അടുത്ത് വീണ്ടും 8128. അടുത്ത് 8228, 8338, 8448. ഇനി ഇവിടെ നോക്കി എല്ലാം ഒരുപോലെ 2222, 3333, 4444. അപ്പോൾ 5555, 6666, 7777, 8888, 9999. അടുത്തെന്താ വരിക? 10 അല്ല, 1000, 10,999. ഓക്കെ. അടുത്ത് വീണ്ടും 1000 കിട്ടും. 1000 കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കിയാൽ മതി. ഇതിനോട് 9,999നോട് 1000 കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കിയാൽ മതി. അടുത്തിവിടെ 9,400, 9,300, 9,200, 9,100. അത് കഴിഞ്ഞാൽ എന്ത് വരും? 9,000. അടുത്ത് വീണ്ടും 100 കുറയ്ക്കുമ്പോഴോ 8,900. അടുത്ത് വീണ്ടും 8,800, 8,700,
8600 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അടുത്തത് നോക്കാം. 3021 4132 4253 എങ്ങനെയാണെന്ന് മനസ്സിലായോ? 3യോട് 1 കൂട്ടിയപ്പോൾ 4, 4നോട് 1 കൂട്ടിയപ്പോൾ 5, 0യോട് 1 കൂട്ടിയപ്പോൾ 1, 1നോട് 1 കൂട്ടിയപ്പോൾ 2. അടുത്തത് നോക്കിയേ. 2വിനോട് 1 കൂട്ടിയപ്പോൾ 3, 3യോട് 1 കൂട്ടിയപ്പോൾ 4, 1നോട് 1 കൂട്ടിയപ്പോൾ 2, 2വിനോട് 1 കൂട്ടിയപ്പോൾ 3. ഇതിൽ ഓരോ ഡിജിറ്റും എന്ത് ചെയ്യുന്നു? ഓരോ ഡിജിറ്റും കൂട്ടി കൂട്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5. അപ്പോൾ അടുത്ത് എന്ത് വരും? ഇവിടെ 6, ഇവിടെ 7, അങ്ങനെ പോകും. മനസ്സിലായോ? അടുത്ത നമ്പർ ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2. അപ്പോൾ ഇവിടെ എന്ത് വരും? 3, 4, 5. ഇവിടെ നോക്കിയേ 2, ഇവിടെ 3, ഇവിടെ 4. അപ്പോൾ ഇവിടെ 5, 6, 7. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. അപ്പോൾ ഇവിടെ 4, 5, 6. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? അടുത്തിവിടെ 9 കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? 9 കഴിഞ്ഞാൽ ഇവിടെ 10 എന്ന് എഴുതുക. ഇത് 10 എന്ന് എഴുതുക. 6ന്റെ സ്ഥലത്ത് 6 ആവും, എന്താവും? 7 ആവും. 8 എന്താവും? 9 ആവും. 7 എന്താവും? 8 ആവും. ഓക്കെ, അടുത്ത് 10 കഴിഞ്ഞാൽ 11. ഇവിടെ 11 ആവും. മനസ്സിലായോ? അടുത്തിവിടെ വീണ്ടും കൂട്ടുമ്പോൾ അത് കൂട്ടിയാ വരിക കേട്ടോ. 909 വരും. നിങ്ങൾക്കിത് വരത്തില്ല, നിങ്ങൾക്കിത് ടഫായിരിക്കും. ടീച്ചർ അത് കൂട്ടി എഴുതുന്നതാണ്, അതിപ്പോൾ പറയുന്നില്ല. ഇത് ഇത്രയും നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക ഇങ്ങനെ വരുമ്പോൾ. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പാറ്റേൺ സ്വന്തമായിട്ട് എഴുതാൻ പറഞ്ഞാൽ എഴുതുക. ഇതുപോലെ പാറ്റേൺ തന്നാലും എങ്ങനെയെല്ലാം പാറ്റേൺ ചോദിക്കാമെന്ന് മനസ്സിലായല്ലോ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.